ഹലോ ഗൈസ്, SK വ്ളോഗ്സിലോട്ട് സ്വാഗതം. ഞങ്ങൾ തയ്യാറാക്കാൻ പോകുന്നൊരു കല്ലുമ്മക്കായ കൊണ്ടുള്ളൊരു കറിയാണ്. അത് തയ്യാറാക്കുന്നത് അമ്മച്ചിയാണ്. അത് അമ്മച്ചിയുടെ കല്ലുമ്മക്കായൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് നമുക്ക് അടുക്കളയിലോട്ട് പോവാം. പുഴുങ്ങിയൊക്കെ വേറെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് തയ്യാറാക്കുന്നത് കാണാം. ക്ലീൻ ചെയ്തതെന്ന് പറഞ്ഞാൽ തുറന്നിട്ട് അതിൻ്റെ അത് വലിച്ചു കളയണം അല്ലേ? കറുത്ത അതെ, ഇത് കണ്ട അതെ ഇതേപോലെ ഇത് മാറ്റിയാലേ ഇതിൻ്റെ മണ്ണും ചെള്ളയൊക്കെ പോവുള്ളൂ. പിന്നെ എന്നിട്ട് നമുക്ക് കിട്ടുന്നത് ഇതേപോലത്തെ മാംസമാണ്. എല്ലാത്തിൻ്റെ അകത്തുനിന്നും കളയണം. എല്ലാത്തിൻ്റെ അകത്തുനിന്നും കളയണം. ദേ കണ്ട ദേ ഈ ഒരു സംഭവം ഉണ്ട്. ദേ കണ്ട, അത് കളഞ്ഞാലാണ് ഇത് നന്നാവുള്ളൂ. അല്ലാതെ എടുത്തത് മണ്ണും ചെള്ളയൊക്കെ ആയിരിക്കും. ഇത് കടലിൽ നിന്ന് പെറുക്കി കൊണ്ടുവന്നിട്ട് പുഴുങ്ങിയതാണ്. അത് ഉപ്പിട്ടാണ് പുഴുങ്ങിയത്, എളുപ്പം തൊണ്ട് പൊളിഞ്ഞു പോരാൻ വേണ്ടിയേ. ഇത് കണ്ടോ, ഇതേപോലെ പൊളിച്ചെടുക്കണം. ഇത് ഇനി കഴുകിയൊക്കെ റെഡിയാക്കിയിട്ടാണ് നമ്മൾ മഞ്ഞളും ഉപ്പൊക്കെ ഇട്ട് ഇത് റെഡിയാക്കുന്നത്. ഇതാണ് ഇതിൻ്റെ സംഭവം. ദേ കണ്ട, ഇതാണ് മണ്ണ്. ദേ കണ്ട, നൂലിലിരിക്കുന്ന മണ്ണാണിത്. ആ നൂലുണ്ടാവും ഇതിന്. ഇത് നമ്മൾ നൂലൊക്കെ അടത്തി കളഞ്ഞാണ് പുഴുങ്ങിയത്. ഫ്രിഡ്ജിൽ വെക്കാനാണെങ്കിൽ ഒരു ദിവസം ഇരിക്കും. ഞങ്ങളിന്ന് തയ്യാറാക്കുന്ന കല്ലുമ്മക്കായുടെ ഇറച്ചി കൊണ്ടുള്ളൊരു കറിയാണ് ഇണക്കുന്നത്. അത് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം പരിചയപ്പെടുത്താം. സവാള 2 എണ്ണം, തേങ്ങാക്കൊത്ത്, കാന്താരി, വെളുത്തുള്ളി, വേപ്പില, ഇഞ്ചി. ഇതെല്ലാം വരട്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുള്ള പൊടികളൊക്കെ അത് എണ്ണയിലാണ് ഇത് വരട്ടുന്നത്. അതായത് കാശ്മീരി മുളക് പൊടി, എരിവെള്ള മുളക് പൊടി ഓരോ സ്പൂണ് വീതം എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഈ വരട്ടുന്നതിൽ മൂപ്പിച്ചാണ് നമ്മൾ ഈ ഇറച്ചിക്കകത്ത് ചേർക്കുന്നത്. എണ്ണ ഒഴിച്ച് കടുകിട്ട് വേപ്പില ഇട്ട് തേങ്ങാക്കൊത്തിട്ട് വെളുത്തുള്ളിയും കാന്താരി, ഇഞ്ചി, സവാള 2 എണ്ണം അരിഞ്ഞതുകൂടെ ചേർത്ത് ഇത്തിരി പോരായിരുന്നു, ഇത്തിരി കൂടെ എണ്ണ ഒഴിക്കാം. ഇറച്ചിക്ക് വേവുള്ളതാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിലോട്ട് തന്നെ ഇറച്ചിനെ വെക്കാം. കല്ലുമ്മക്കായുടെ ഇറച്ചിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ചിക്കറി കല്ലുമ്മക്കായ കൂടെ അത് പൊളിച്ചൊക്കെ റെഡിയാക്കിയതാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ഇടണം. ഒരു ചെറിയ സ്പൂൺ ഉപ്പ് ഇട്ട് എണ്ണക്കകത്തിരുന്ന് വേകട്ടെ, അല്ലാതെ വെള്ളം ഒഴിക്കണ്ട. നമുക്ക് പോരെങ്കിൽ മാത്രം ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ച് നമുക്കതൊന്ന് നീട്ടിയെടുക്കാം.
ഇതിവിടെ ഇരുന്ന് വേകട്ടെ. നമുക്കിത് ഈ പൊടി മൂപ്പിക്കാനുള്ളതിനുള്ള എണ്ണയാണ് നമ്മളിപ്പോൾ പാത്രത്തിലേക്ക് ഒഴിച്ചത്. ആദ്യം ഇടേണ്ടത് മല്ലിപ്പൊടിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ അത് പയ്യനൊന്ന് ചൂടായതിൻ്റെ ശേഷം നമുക്ക് മസാലപ്പൊടി ഇടണം. അത് കഴിഞ്ഞ് മുളക് പൊടി 2 തരം ഇട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാനുള്ളത് ഇച്ചിരി പെരുംജീരകവും കുരുമുളകും കൂടെ കല്ലേ ചായച്ച് ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇറക്കണതിന് മുൻപായിട്ട് ഇടണം. ഇതിപ്പോൾ കണക്കിന് മൂത്തിട്ടുണ്ട്. ഇനി ഓഫാക്കി വെച്ചാൽ മതി. ഇതിലിച്ചിരി തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ചാലേ ഇത് ഒന്നുകൂടെ വേകുള്ളൂ. ഇപ്പോൾ എണ്ണയുടെ അകത്ത് എന്തെങ്കിലും ഒന്നുകൂടെ വെന്തിരിക്കണമെങ്കിൽ തേങ്ങാപ്പാൽ കൂടെ ഒഴിക്കണം. അങ്ങനെ ഇരിക്കട്ടെ. ഇത്രയും കുരുമുളകും പെരുംജീരകവും കൂടെ നമുക്കിത് കല്ല് ഒന്ന് പൊടിച്ചെടുക്കണം. എന്നാലും അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അതൊന്ന് ഇതിൻ്റെ പുറത്ത് തോളി ഇടാനുള്ളതാണ്. നമുക്കിത് എന്താന്ന് നോക്കാം. ഒരു ഇതൊക്കെ ആയി കാണണം. ഏകദേശം നമുക്ക് ഈ പൊടിയൊക്കെ ചേർക്കത്തക്ക രീതിയിലായിട്ടുണ്ട്. നമുക്കിനി പൊടി ചേർക്കാം. മൂപ്പിച്ച് വെച്ചിരുന്ന പൊടി ഇതിലേക്ക് ചേർക്കാം. കല്ലുമ്മക്കായുടെ ഇറച്ചി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇച്ചിരി വെളിച്ചെണ്ണയും പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടിയും ചേർത്താൽ മതി. കുരുമുളകും പെരുംജീരകമൊക്കെ ചേർത്ത് ഒന്ന് ഇറക്കാം. ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ച് ഇവിടെ ഇരിക്കട്ടെ. ഒന്നുകൂടെ റെഡി ആട്ടോ. ഒന്നുകൂടെ മൂടി വെച്ചിട്ട് നമുക്ക് എടുക്കാം. ഇത് ഈ പൊടിയൊക്കെ നമുക്കിതിലേക്ക് ചേർക്കണം. ഇത് ഈ പൊടിച്ച് വെച്ചിരുന്ന പൊടിയില്ലേ, ഇത് ഇതിലേക്ക് ചേർക്കണം. കുരുമുളകും പെരുംജീരകവും കൂടെ കല്ലേ പൊടിച്ചതാണ് നമ്മളിപ്പോൾ ചേർത്തത്. അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി വേപ്പില ഇടണം. അതിൻ്റെ പുറകെ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കണം. ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ പാത്രത്തിലേക്ക് എടുക്കാം. ഇനി ഞങ്ങൾ ഇന്ന് ചെയ്തത് കല്ലുമ്മക്കായുടെ ഇറച്ചി കൊണ്ടൊരു കറിയാണ് തയ്യാറാക്കിയത്. ആ ചെയ്ത വിധം എല്ലാവരും കണ്ടല്ലോ. അത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.